നിങ്ങളൊക്കെ ഡയസിറിയ എന്നുള്ള സിനിമ കണ്ടോ? ആ സിനിമ കണ്ടു വന്നപ്പോഴട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞങ്ങൾ ഡൽഹിയിൽ ദൗലത്വാല് അർജൻ വിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ആർമി അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത്. അവിടെ 5ാമത്തെ നിലയിലൊരു ഫ്ലാറ്റായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 7:15 ഞാൻ സ്കൂളിൽ പോവും, 7:30-7:45 മോൻ പോവും, 8-8:15 ഹസ്ബൻഡും പോവും. ആള് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിലായതുകൊണ്ട് വൈകുന്നേരം 6:30 കഴിഞ്ഞിട്ടേ വരുള്ളൂ. പകല് വീട്ടിൽ ആരും ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2:30 കഴിഞ്ഞാൽ ഞാനാണ് ആദ്യം എത്തുക. പിന്നെ മോൻ വരും 3 മണിയൊക്കെ ആകുമ്പോൾ, പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ 6-6:30 അപ്പൊ ഞങ്ങളുടെ വീടിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരു എയർഫോഴ്സിലെ ഒരു എൽഡർലി കപ്പിള് താമസിച്ചിരുന്നു. ആ സ്ത്രീ ഒരു എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പകല് ഭയങ്കര ഒച്ചയാണ്, ആരെ ഫുട്ബോൾ കളിക്കണ ഒച്ച കേൾക്കാം. ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിഞ്ഞാൽ ഊണൊക്കെ കഴിഞ്ഞാൽ മോൻ ഇങ്ങനെ ബോളൊക്കെ തട്ടി കളിക്കും, 3ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നതെന്ന്. പക്ഷെ പകലൊക്കെ ആരുണ്ടാവാനാ? ഇത് പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ല കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ബയ്യ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് വീട് തുറന്ന് വാതിലൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്തു. അവരുള്ളിൽ മുഴുവൻ കയറി ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്തു. ഒന്നും കണ്ടില്ല. ഞങ്ങളൊരു 1-1.5 കൊല്ലത്തോളം അവിടെ താമസിച്ചു. എനിക്കൊന്നും ഫീലൊന്നും ആയില്ല. ആ സ്ത്രീ പിന്നെ അതിനുശേഷം എന്നോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷെ ഞങ്ങൾ ജാസിയിൽ പോയപ്പോൾ അവിടെ ഹസ്ബൻഡ് കേണലായിട്ടാ പോയത്. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ബംഗ്ലോ ആയിരുന്നു, വളരെ പഴയ ബംഗ്ലോ. ഏതാണ്ട് 2-3 ഏക്കർ സ്ഥലമൊക്കെ വരും. അതിന്റെ ഉള്ളിൽ 2-3 ഫൗണ്ടനും ഊഞ്ഞാലും കുറെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആർമി ക്യാൻഡിൽ ഇങ്ങനെയുള്ള ബംഗ്ലോസ് ഒക്കെ വളരെ സർവ്വസാധാരണ. പലപ്പോഴും അപ്പോയിന്റ്മെന്റ് ഹൗസസ് ഒക്കെ ഇങ്ങനത്തെ ബംഗ്ലോസ് ആയിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വീട് മണിരത്നത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ട് രാവൺ എന്നുള്ള സിനിമയില് ഐശ്വര്യയുടെ ആദ്യത്തെ കുറെ സീൻസ് ഷൂട്ട് ചെയ്യാൻ അവളുടെ വീടായിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അത് പിന്നെ കൊടുക്കൊന്നും ഉണ്ടായില്ല, ബിക്കോസ് ആർമിയിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഞാനൊരിക്കൽ ഒരു കൗതുകത്തിന് ഡിവ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി അന്വേഷിക്കൊക്കെ ഉണ്ടായി. അപ്പൊ അറിഞ്ഞത് ആ വീട് ഏതാണ്ട് 100 ഇയേഴ്സിന് മേലെ ബ്രിട്ടീഷേഴ്സൊക്കെ ഉള്ള സമയത്തുള്ള വീടാണെന്നാണ്. ആ വീട്ടിൽ എനിക്ക് ഇടയ്ക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, കേണലേ ആയിരുന്നുകൊണ്ട്. അതുകൊണ്ട് പേടിയൊന്നും തോന്നിയിട്ടില്ല. ഈ റീൽസിന്റെ ഏറ്റവും അവസാനമുള്ള കുറച്ച് ഫോട്ടോസ് ഇല്ലേ, അതൊക്കെ ആ വീടിന്റെ അവശേഷിക്കുന്ന കുറച്ച് ഓർമ്മകൾ മാത്രമാണ്. പിന്നൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ കണ്ട സ്വപ്നം, ഒരു രൂപം എന്നെ പൂട്ടിയിട്ടതൊക്കെ. ആ സ്വപ്നം ഞാൻ കണ്ടത് ഈ വീട്ടിൽ വെച്ചിട്ടാ. എന്ത് തോന്നുന്നു? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ?